ദശാംശ സംഖ്യകളുടെ വർഗം കാണുന്ന വിധം. എന്താണ്? ദശാംശ സംഖ്യകളുടെ വർഗം, സ്ക്വയർ കാണുന്ന വിധം. എങ്ങനെയാണ് ദശാംശ സംഖ്യകളുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ കാണുന്നത്? ഓക്കെ, ശ്രദ്ധിച്ചോ മക്കളെ. ദശാംശ സംഖ്യകളുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ കാണുന്ന വിധം എങ്ങനെയാണ്? ശ്രദ്ധിച്ച് കേട്ടോണേ. ഒരു ദശാംശ സംഖ്യ നമുക്ക് എഴുതാം. ഇവിടെ തന്നിട്ടുണ്ട്. ഏതാ സംഖ്യ? 0.6. ഇതിന്റെ സ്ക്വയർ കാണാനല്ലേ ചോദ്യം. അപ്പൊ ദശാംശ സംഖ്യയുടെ വർഗം കാണാൻ ആദ്യം ദശാംശം കളയുക. അപ്പൊ 0.6ന്റെ ദശാംശം എന്ന് പറഞ്ഞാൽ പോയിന്റ് കളയുമ്പോൾ അത് 6 ആയിട്ട് മാറും. എന്നിട്ട് സ്ക്വയർ കാണുക. 6ന്റെ സ്ക്വയർ 36. ശരിയല്ലേ? ആണ്. ഇനി ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കുക. ചോദ്യത്തിൽ ആകെ ഒരു പോയിന്റേ ഉള്ളൂ. ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിന്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക. ചോദ്യത്തിൽ ഒരു പോയിന്റ് ആണെങ്കിൽ ഉത്തരത്തിൽ 2 പോയിന്റ്. സോ ആൻസർ എത്രയാ? 0.36. ഈ 2 പോയിന്റ് ഒന്ന് എണ്ണിയത് ഇവിടുന്ന് കേട്ടോ. ദേ 2 പോയിന്റ്. ഇതൊരു 1 2 പോയിന്റ്. കണ്ടോ? 2 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇട്ടു. അപ്പൊ എങ്ങനെയാണ് ദശാംശ സംഖ്യയുള്ള വർഗം കാണുന്നത്? ആദ്യം പോയിന്റ് കളഞ്ഞിട്ട് വർഗം കാണുക. ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിന്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിൽ ഇടുക. കേൾക്കുന്നുണ്ടല്ലോ? ആദ്യം പോയിന്റ് കളഞ്ഞിട്ട് വർഗം കാണുക. ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിന്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിൽ ഇടുക. അടുത്തൊരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. 0.7ന്റെ സ്ക്വയർ. ആദ്യം 7ന്റെ സ്ക്വയർ കാണുക. 7ന്റെ സ്ക്വയർ 49. ഓക്കെ, ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കുക. ചോദ്യത്തിൽ ആകെ ഒരു പോയിന്റ്, അതിന്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിൽ ഇടണം. അപ്പൊ 0.49. 0.49 എന്ന് എഴുതുമ്പോൾ 2 പോയിന്റ് ആയി. പക്കയാണോ സേട്ടാ? മൂന്നാമത്തേത് 1.3യുടെ സ്ക്വയർ കാണും. ആദ്യം പോയിന്റ് കളയുക. പോയിന്റ് കളയുമ്പോൾ 13 ആയി. 13ന്റെ സ്ക്വയർ എഴുതുക. 169. കേട്ടല്ലോ? കാണാതെ പഠിച്ചോണേ. 14 ഏതായിരുന്നു? 196. 13 169. ശരി. ഇനി ചോദ്യത്തിൽ ഒരു പോയിന്റേ ഉള്ളൂ. 1.3 എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ്. ഉത്തരത്തിൽ 2 പോയിന്റ് ഇടണം. സോ 1.69 എന്ന് പറയും. അല്ലേ? ഈ 2 പോയിന്റ് ആണെന്ന് എങ്ങനെയാ മനസ്സിലാവണം മക്കളെ? നോക്കിയേ, പോയിന്റുകൾ എണ്ണുന്നത് എങ്ങനെയാ അറിയോ? പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ടോ അതാണ് പോയിന്റുകളുടെ എണ്ണം. ഇവിടെ പോയിന്റിന് ശേഷം 2 സംഖ്യയില്ല. അപ്പൊ 2 പോയിന്റുള്ള സംഖ്യയാണെന്ന് അർത്ഥം. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കാണാൻ പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കിയാൽ മതി. പോയിന്റിന് ശേഷം ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ഒരു ദശാംശ സ്ഥാനം. പോയിന്റിന് ശേഷം 2 സംഖ്യ ഉണ്ടെങ്കിൽ 2 ദശാംശ സ്ഥാനം. അതാണ് അതിന്റെ ലോജിക്ക് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 0.12ന്റെ സ്ക്വയർ. ആദ്യം പോയിന്റ് കളയുക. 12. 12ന്റെ സ്ക്വയർ എഴുതുക. 144. ഓക്കെ, ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കുക. ചോദ്യത്തിൽ 2 പോയിന്റ്, ഉത്തരത്തിൽ 4 പോയിന്റ് ഇടണം. അല്ലെ? ഇപ്പൊ ഓൾറെഡി 3 സംഖ്യയല്ലേ ഉള്ളൂ. 4 പോയിന്റ് ഇടാൻ ഒരു 0 കൂടെ ചേർത്ത് പറയണം. 0.0144 എന്ന് കിട്ടും. 0.0144 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇതാണ് ദശാംശ സംഖ്യകളുടെ വർഗം കാണുന്ന വിധം. ഓക്കെ, നമുക്ക് ഇതും കൂടെ ചെയ്യാം. 21ന്റെ 0.021ന്റെ സ്ക്വയർ. ആദ്യം പോയിന്റ് കളയുക. അപ്പൊ 21 ആകും. 21ന്റെ സ്ക്വയർ എത്രയാ മക്കളെ? 441. 21ന്റെ സ്ക്വയർ 441. അല്ലെ? ചോദ്യത്തിൽ 3 പോയിന്റ് ഉണ്ട്. ഉത്തരത്തിൽ 6 പോയിന്റ് ഇടണം. ഓൾറെഡി 3 സംഖ്യയല്ലേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്ക് ഒരു 3 0 കൂടെ ചേർത്താലേ 6 പോയിന്റ് ആവത്തുള്ളൂ. സോ ആൻസർ ഓപ്ഷൻ അല്ല, 0.00441 ആണ്. അതായത് ഇതാണ് നമുക്ക് ഉത്തരവായിട്ട് കിട്ടുന്നത്. ഇങ്ങനെയാണ് ദശാംശ സംഖ്യകളുടെ സ്ക്വയർ വർഗം കാണുന്ന വിധം. ക്ലിയർ ആണോ എന്നൊന്ന് പറയാവോ? എല്ലാം ഉറങ്ങിപ്പോയോ? ആരുടെ എനക്കൊന്നും ഇല്ലല്ലോ. ഇത് ഓരോന്ന് ഹെഡിങ് എഴുതിയിട്ട് ചെയ്തോണം കേട്ടോ. ദശാംശ സംഖ്യകളുടെ വർഗം കാണുന്ന വിധം. ക്ലിയർ ആണ്? ഇടയ്ക്കിടയ്ക്ക് മൂളിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ, ക്ലാസ് കാണുന്നുണ്ടോ എന്ന് ഞാൻ എങ്ങനെ അറിയണേ? ഈ മൂളുന്നില്ലെങ്കിൽ അവിടെ ഉണ്ട്. യെസ്, മൂളിച്ച് നിർത്താൻ പറ്റത്തില്ല. വെറുതെ മൂളിക്കണം ഇടയ്ക്ക്. കേട്ടല്ലോ? ശരി, പറയാലോ. എന്റെ ഒന്നുമില്ലടാ മോനെ, ഒന്നുമില്ല. സിമ്പിൾ പരിപാടിയല്ലേ. നോക്ക്, എന്താ ചെയ്യണ്ടേ? ആദ്യം ദശാംശ സംഖ്യയുടെ സ്ക്വയർ അല്ലേ കാണണ്ടേ? ഇതിന്റെ പോയിന്റ് കളയണം. 0.021ന്റെ പോയിന്റ് കളയുമ്പോൾ അത് 21 ആകും. ഇനി 21ന്റെ സ്ക്വയർ കാണണം. അത് നമ്മൾ കാണാതെ പഠിക്കണം. തുടക്കത്തിൽ പറഞ്ഞില്ലേ, 21ന്റെ സ്ക്വയർ 441 മക്കളെ. ഓക്കെ, ഇനി നമുക്കറിയാം ചോദ്യത്തിൽ 3 പോയിന്റ് അല്ലേ ഉള്ളത്. ചോദ്യത്തിൽ 3 പോയിന്റ് ആണെങ്കിൽ ഉത്തരത്തിൽ ഇരട്ടി ഇടണം. 6 പോയിന്റ് ഇടണം. അപ്പം 6 പോയിന്റ് ഇടാൻ ഇതുണ്ടോ, ഒരു 3 0 കൂടെ ഇറക്കി ചേർക്കണം.
എന്നാലല്ലേ 6 പോയിന്റ് ആവത്തുള്ളൂ. കണ്ടോ, ഇപ്പൊ 6 പോയിന്റ് ഇല്ലേ ഇവിടെ. പോയിന്റുകളുടെ എണ്ണം എണ്ണുന്നത് എങ്ങനെയാ? പോയിന്റിന് ശേഷം എത്ര സംഖ്യകൾ ഉണ്ടെന്ന് നോക്കിയാണ് പോയിന്റുകളുടെ എണ്ണം പറയുന്നത്. ഇവിടെ പോയിന്റിന് ശേഷം 1, 2, 3, 4, 5, 6 സംഖ്യയുണ്ട്. അപ്പൊ 6 പോയിന്റ് വരണം എന്നുണ്ടെങ്കിൽ പോയിന്റ് 0, 0, 0, 4, 4, 1 എന്ന് എഴുതിയാലേ ശരിയാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലിയർ. അത് പഠിച്ചെങ്കിൽ നമുക്ക് അടുത്തത് പഠിക്കാം. അടുത്ത സാധനം സംഖ്യകളുടെ വർഗമൂലം കാണുന്നതാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്താണ്? സംഖ്യകളുടെ വർഗമൂലം കാണുന്ന വിധം. എങ്ങനെയാണ് ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണുന്നത്? മക്കളെ, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന ചാപ്റ്ററിൽ മാത്രമല്ല, അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ. കാൽക്കുലേഷൻസ് സോൾവ് ചെയ്യുമ്പം സ്ക്വയർ റൂട്ട് കാണാൻ വരാറുണ്ട്. അപ്പൊ ഇത് ഈ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന ചാപ്റ്ററിൽ മാത്രം ആവശ്യമുള്ളതല്ല, എല്ലായിടത്തും ആവശ്യമുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞേക്കരുത്. സ്ക്വയർ റൂട്ട് കാണുന്ന വിധം കേൾക്കുന്നുണ്ടല്ലോ? ശരി, നമുക്ക് എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കാണുന്നത് എന്നൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോണേ. സ്ക്വയർ റൂട്ട് കാണുന്നത് എങ്ങനെയാന്ന് പഠിക്കാം. ഓക്കെ മക്കളെ, ആദ്യം അതിനു മുന്നേ ഇവിടെ ശ്രദ്ധിച്ചേ, 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ ശ്രദ്ധിച്ചോണം. 1ന്റെ സ്ക്വയർ എത്രയാ? 1ന്റെ സ്ക്വയർ 1 ആണ് അല്ലേ? 2ന്റെ സ്ക്വയർ എത്രയാ മക്കളെ? 2ന്റെ സ്ക്വയർ 4 ആണ്. 3ന്റെ സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 9 ആണ്. ഓക്കെ, 4ന്റെ സ്ക്വയർ എത്രയാ മക്കളെ? 4ന്റെ സ്ക്വയർ 16 ആണ്. 5ന്റെ സ്ക്വയർ എത്രയാ? 25 ആണ്. ആണോ? 6ന്റെ സ്ക്വയർ എത്രയാ? 36 ആണ്. 7ന്റെ സ്ക്വയർ എത്രയാ? 49 ആണ്. യെസ്. 8ന്റെ സ്ക്വയർ എത്രയാ? 64 ആണ്. ആണോ? 9ന്റെ സ്ക്വയർ എത്രയാ? 81 ആണ്. ഇവിടെ ചെറിയൊരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിച്ചോണേ. ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്താണ് സംഭവം എന്ന് കാണിച്ചു തരാം. നോക്കിക്കേ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാകും. അതായത് ഇത് കണ്ടോ മക്കളെ, 1ന്റെ സ്ക്വയറും 9ന്റെ സ്ക്വയറും 1ന്റെ സ്ക്വയറും 9ന്റെ സ്ക്വയറും അവസാനിക്കുന്നത് 1-ലല്ലേ? 1ന്റെ സ്ക്വയർ 1-ൽ അവസാനിക്കുന്നു, 9ന്റെ സ്ക്വയർ 81 1-ൽ അവസാനിക്കും. കണ്ടോ? 2ന്റെ സ്ക്വയറും 8ന്റെ സ്ക്വയറും അവസാനിക്കുന്നത് 4-ലല്ലേ? 3ന്റെ സ്ക്വയറും 7ന്റെ സ്ക്വയറും അവസാനിക്കുന്നത് 9-ലല്ലേ? 4ന്റെ സ്ക്വയറും 6ന്റെ സ്ക്വയറും അവസാനിക്കുന്നത് 6-ലല്ലേ? ഇവിടെ എല്ലാം 10 വരുന്നില്ലേ? നോക്കി കൂട്ടുമ്പം. കണ്ടോ 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 കണ്ടോ? അപ്പം ആരൊക്കെയാ ടീം? 1, 9 ടീം കൂട്ടുമ്പോ 10 വരുന്നുണ്ട്. ആണ്. 2, 8 ടീം കൂട്ടുമ്പോ 10 വരുന്നുണ്ട്. 3, 7 ടീം കൂട്ടുമ്പോ 10 വരുന്നുണ്ട്. 4, 6 ടീം കൂട്ടുമ്പോ 10 വരുന്നുണ്ട്. ശരിയാണോ? ഓക്കെ, അപ്പൊ 1-ൽ അവസാനിക്കുന്നത് 1ന്റെ സ്ക്വയറും പിന്നെ 9ന്റെ സ്ക്വയറും. 4-ൽ അവസാനിക്കുന്നത് 2ന്റെ, അടുത്തത് 8ന്റെ. കണ്ടോ? 9-ൽ അവസാനിക്കുന്നത് 3ന്റെ, അടുത്തത് 7ന്റെ. കൂട്ടുമ്പോ 10 വരണം. കണ്ടോ? 6-ൽ അവസാനിക്കുന്നത് 4ന്റെ, 6ന്റെ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ആരൊക്കെ ടീം? 1, 9 ടീം, 2, 8 ടീം, 3, 7 ടീം, 4, 6 ടീം. 5 ഒറ്റത്തടിയാ, ഒറ്റയാനാ. കേട്ടല്ലോ? ഓക്കെ, അപ്പൊ 1-ൽ അവസാനിക്കുന്ന 1ന്റെ 9ന്റെ സ്ക്വയർ, 4-ൽ അവസാനിക്കുന്ന 2ന്റെ 8ന്റെ സ്ക്വയർ, 9-ൽ അവസാനിക്കുന്ന 3ന്റെ 7ന്റെ സ്ക്വയർ, 6-ൽ അവസാനിക്കുന്ന 4ന്റെ 6ന്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇത് ആദ്യം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് സ്ക്വയർ റൂട്ട് കാണുന്നത് എങ്ങനെയാന്ന് പഠിക്കാം. ഓക്കെ, നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 729 ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്, എങ്കിലും ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. മക്കളെ, ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, ദാസ ഇവിടെ ശ്രദ്ധിക്കണം. ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, നിങ്ങൾ സംഖ്യയുടെ വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം, വലത്ത് നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മുറിക്കണം. വലത്ത് നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മുറിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ്, ഏതൊരു സംഖ്യയാണെങ്കിലും സ്ക്വയർ റൂട്ട് കാണാൻ വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മുറിക്കണം. എപ്പോഴും വലത്ത് നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മാത്രമേ മുറിക്കാവുള്ളൂ. ശരി, അങ്ങനെ മുറിച്ചു കഴിയുമ്പം ആ സംഖ്യ 2 പാർട്ടായിട്ട് മാറി. അതിൽ ആദ്യത്തെ പാർട്ട് 7 ആണ് അല്ലെ? ഇനി ചെയ്യേണ്ടത് 7ന് മുൻപുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കണം. 7ന് മുൻപുള്ള പൂർണ്ണവർഗം. 7ന് മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ 4. അത് ഏതിന്റെ വർഗമാ? 2ന്റെ വർഗമാ. 7ന് മുൻപുള്ളത് പൂർണ്ണവർഗം, പെർഫെക്റ്റ് സ്ക്വയർ നമ്മൾ പഠിച്ചായിരുന്നു. 7ന് മുന്നേ ഉള്ള പൂർണ്ണവർഗം 4 ആണ്. അത് ഏതിന്റെയാണ്? 2ന്റെയാണ്. അപ്പൊ ഉത്തരത്തിന്റെ ആദ്യ ഭാഗം കിട്ടിപ്പോയി ദാസ, 2 ആണ്. അപ്പൊ എങ്ങനെയാണ് ഉത്തരത്തിന്റെ ആദ്യ വശം കിട്ടിയത്? 7 അല്ലേ ആദ്യത്തെ പാർട്ട് മുറിച്ചു കഴിയുമ്പോൾ. 7ന് മുന്നേ ഉള്ള പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കണം. പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ 7ന് മുന്നേ ഉള്ളത് 4.
അത് ഏതിന്റെ വർഗമാണെന്ന് നോക്കണം. 2ന്റെ വർഗമാണ്. അപ്പൊ ഉത്തരത്തിന്റെ ആദ്യ ഭാഗം 2. ഉത്തരം 20 കൂട്ടിയ ഒരു സംഖ്യയാണ്. ശരി, ഉത്തരത്തിന്റെ 2ാം ഭാഗം കണ്ടുപിടിക്കണം. 2ാം ഭാഗം കണ്ടുപിടിക്കാൻ ഈ അവസാന പാർട്ട് ഏതിലാണ് അവസാനിച്ചേക്കുന്നത് നോക്കുക. 9ലാണ് അവസാനിച്ചേക്കുന്നത്. 9ൽ അവസാനിക്കുന്നത് ഏതിന്റെയൊക്കെ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കണം മക്കളെ. 9ൽ അവസാനിക്കുന്നത് 3ന്റെ സ്ക്വയറും 9ൽ അവസാനിക്കുന്നേ 7ന്റെ സ്ക്വയറും 9ൽ അവസാനിക്കുന്നത്. അപ്പൊ ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ 9ൽ അവസാനിച്ചു, 3ന്റെ സ്ക്വയർ 9ൽ അവസാനിക്കും, 7ന്റെ സ്ക്വയർ 9ൽ അവസാനിക്കും. അപ്പൊ ഉത്തരത്തിന്റെ 2ാമത്തെ ഡിജിറ്റിന്റെ കാര്യത്തിൽ ഒരു സംശയം വന്നു. 2ാമത്തെ ഡിജിറ്റ് ഒന്നെങ്കിൽ 3 ആവാം, അല്ലെങ്കിൽ 7 ആവാം. കാരണം 3ന്റെ സ്ക്വയർ 9ൽ അവസാനിക്കുന്നുണ്ട്, 7ന്റെ സ്ക്വയർ 9ൽ അവസാനിക്കുന്നുണ്ട്. അപ്പൊ 2ാമത്തെ ഡിജിറ്റിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 7 വരാം. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഒന്നെങ്കിൽ ഉത്തരം 23 അല്ലെങ്കിൽ ഉത്തരം 27. ഇത് കൺഫേം. ഒന്നെങ്കിൽ 23 അല്ലെങ്കിൽ 27. ഇതിൽ രണ്ടിലും ഏതോ ഒന്നാണ്. അപ്പൊ ഇതിൽ രണ്ടിലും ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇനി ഇതിൽ രണ്ടിലും ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എപ്പോഴും ഇടയ്ക്ക് ഒരു 25 ഉണ്ടല്ലോ, 5ൻ്റേത് ഇടയ്ക്ക് വരുമല്ലോ, എപ്പോഴും വരും. 25ന്റെ സ്ക്വയർ മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. 25ന്റെ സ്ക്വയർ കാണാനുള്ള ടെക്നിക്ക് നമ്മൾ ആദ്യം പഠിച്ചു. ആദ്യത്തെ സംഖ്യ 2, 2 കഴിഞ്ഞ് വരുന്ന സംഖ്യ 3, 2 × 3 6 അതിൻ്റെ കൂടെ 25 ചേർത്ത് എഴുതിയാൽ മതി. അപ്പൊ 25ന്റെ സ്ക്വയർ 625. ഇത് 729. അപ്പൊ 625നേക്കാൾ വലിയ സംഖ്യയല്ലേ 729. അപ്പൊ 625നേക്കാൾ വലിയ സംഖ്യയാണ് 729. അതുകൊണ്ട് 25നേക്കാൾ വലിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഏതിന്റെ സ്ക്വയർ ആയിരിക്കും? 27ന്റെ സ്ക്വയർ ആയിരിക്കും ഉത്തരം എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ വേണം ചെയ്യാൻ. എപ്പോഴും 5ൻ്റേത് നടുക്ക് വരും. 25ന്റെ സ്ക്വയർ മനക്കണക്കായിട്ട് ചെയ്യാൻ എനിക്കറിയാം. 625. 729 625നേക്കാൾ വലുതല്ലേ. 25ന്റെ സ്ക്വയർ 625 വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ 729 എന്തായാലും 25നേക്കാൾ വലിയൊരു സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് 27ന്റെ സ്ക്വയർ, 23ന്റെ അല്ല 27ന്റെ. സോ ഇതിന്റെ ആൻസർ നമുക്ക് 27 എന്ന് കിട്ടും മക്കളെ. പറഞ്ഞത് മനസ്സിലായോ? ഇതാണ് ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാനുള്ള മെത്തേഡ്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എപ്പോഴും വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി മുറിക്കണം. വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി മുറിക്കണം. അങ്ങനെ മുറിച്ചു കഴിഞ്ഞിട്ട് 2 പാർട്ടായിട്ട് മാറും. ആദ്യത്തെ പാർട്ട് ഇങ്ങോട്ട് എടുക്കണം. അതിന് മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗം ഏതിൻ്റെയാണെന്ന് നോക്കണം. ഇനി ഉത്തരം അവസാനിച്ചേക്കുന്നത് സംഖ്യ അവസാനിച്ചേക്കുന്ന ഏതിലാണെന്ന് നോക്കണം. ഇവിടെ 9ലാണ്. 9ൽ അവസാനിക്കുന്നെങ്കിൽ 3ന്റെ സ്ക്വയറും 7ന്റെ സ്ക്വയറും 9 ആവാം. അപ്പൊ സെക്കൻഡ് ഡിജിറ്റിന്റെ സ്ഥാനത്ത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും, 2 ഡിജിറ്റുകൾ വരും. അപ്പൊ ഉത്തരം 23 27 ആണ്. 23 ആണ് 27 ആണെന്ന് കൺഫേം ചെയ്യാൻ 25ന്റെ നോക്കി, അത് 625, അതിനേക്കാൾ കൂടുതലാണ് 729. അതുകൊണ്ട് 27ന്റെ സ്ക്വയർ ആയിരിക്കും ഉത്തരം എന്ന് മനസ്സിലാക്കാം. മക്കളെ ഇത് മനസ്സിലായോ എന്ന് പറഞ്ഞേ. പറഞ്ഞേ മനസ്സിലായോ? മനസ്സിലായില്ല അങ്ങനെയൊക്കെ പറയാവോ? ഒരു മയത്തിലൊക്കെ പറയണ്ടേ. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായില്ല. ഒറ്റയടിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് സങ്കടമാവില്ലേ? മനസ്സിലായില്ലെന്ന് തോന്നുന്നു സാറേ എന്നൊക്കെ ഒരു മയത്തിലൊക്കെ പറയണ്ടേ. ഇനി മനസ്സിലാവാത്തവരുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ വേഗം. മനസ്സിലായി? ഓക്കെ. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഞാൻ ചുമ്മാ തമാശക്ക് പറയണം കേട്ടോ. ഞാനേ മാത്സ് ബുദ്ധിമുട്ടുള്ള കുറെ പേരുണ്ടല്ലോ, അവർക്ക് സാവകാശം സ്വസ്ഥമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാ എൻ്റെ ലൈവ് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞേടാ, തമാശ പറഞ്ഞല്ലേ. എൻ്റെ ദൈവമേ, എൻ്റെ തമാശ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത തമാശകളല്ലേ. യെസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അറിയത്തില്ലാത്തവരെ ഫോക്കസ് ചെയ്യുള്ളൂ നന്നായിട്ട്. എനിക്ക് ഒരു ധൃതിയില്ല, വേഗം തീർക്കണമെന്ന്, വൃത്തിയായിട്ട് തീർക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം. നിഹാന പറയാം കേട്ടോ. അപ്പൊ ഇവിടെ മനസ്സിലായി? ഓക്കെ. മനസ്സിലാകാത്തവർക്ക് മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ് ആയത്. യെസ്. ശ്രദ്ധിച്ചോ മക്കളെ, ഞാൻ വേറൊരു സംഖ്യയുടെ പറഞ്ഞുതരാം. സെയിം സംഖ്യ തന്നെ പറയാതെ ശ്രദ്ധിച്ച് കേട്ടോണം. കേട്ടല്ലോ?
ഓക്കെ, നമുക്ക് വേറൊരു സംഖ്യ എടുക്കാം. 22.09 റൂട്ട് ഓഫ് 22.09 റൂട്ട് ഓഫ് 22.09. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോണം. ഒന്നുകൂടെ പറയാം മക്കളെ, കുറെ പേർക്ക് മനസ്സിലായിട്ടില്ല. നോക്ക്, എന്ത് ചെയ്യണമെന്നറിയാവോ? സംഖ്യയുടെ വലത് സൈഡിൽ നിന്ന് വലതുനിന്ന് ഇടത്തോട്ട് എപ്പോഴും 2 സ്ഥാനം മാറ്റി സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം, നോട്ട് പിന്നെ റെക്കോർഡ് കണ്ടിട്ടാണെങ്കിലും എഴുതാം. ഓക്കെ, വലതുനിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മുറിക്കണം, എപ്പോഴും അങ്ങനെയാണേ. ഓക്കെ, ഇപ്പൊ 2 പാർട്ടായിട്ട് സംഖ്യ മുറിഞ്ഞു പോയി. 22 അല്ലേ ആദ്യത്തെ പാർട്ട്. 22-ന് മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കണം. പൂർണ്ണവർഗം. യെസ്, 22-ന് മുന്നേ ഉള്ള പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കണം. 22-ന് മുന്നേ ഉള്ള പൂർണ്ണവർഗം. മക്കളെ, 22-ന് മുന്നേ ഉള്ള പൂർണ്ണവർഗം 16 ആണ്. 16 അത് ഏതിന്റെ വർഗമാണ്? 4ന്റെ വർഗമാണ് 16. 22-ന് മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗം 16 ആണ്. അത് ഏതിന്റെ ആണെന്നാണ് നോക്കണ്ടേ? 4ന്റെ. അപ്പൊ ഉത്തരത്തിന്റെ ആദ്യ ഭാഗം 4 ആണ്. ഉത്തരത്തിന്റെ ആദ്യ ഭാഗം 4 ആണ്. ഉത്തരത്തിന്റെ ആദ്യ ഭാഗം 4 ആണ്. ഒന്നുകൂടെ പറയാം, 22-ന് മുന്നേ ഉള്ള പൂർണ്ണവർഗം പെർഫെക്റ്റ് സ്ക്വയർ 16. 4ന്റെ സ്ക്വയറാ 16. അപ്പൊ ഏതിന്റെ സ്ക്വയർ ആണ് ആ 16 നോക്കണം? 4ന്റെ. അപ്പൊ 4 എഴുതണ്ടേ, 16 അല്ലേ എഴുതണ്ടേ? 4. ഉത്തരം 4ൽ തുടങ്ങുന്ന ഒരു സംഖ്യ. സെക്കൻഡ് ഡിജിറ്റ് കാണാൻ എപ്പോഴും പ്രശ്നം വരും. 2 ഉത്തരങ്ങൾ വരും. കാരണം ഇവിടെ 9-ലല്ലേ അവസാനിക്കുന്നത്. കണ്ടോ, 9-ൽ അവസാനിക്കുന്നത് 3ന്റെ സ്ക്വയർ 9-ൽ അവസാനിക്കും, 7ന്റെ സ്ക്വയർ 9-ൽ അവസാനിക്കും. അപ്പം ഈ സെക്കൻഡ് ഡിജിറ്റ് 9-ൽ ഇവിടെ 9-ൽ അവസാനിച്ചേക്കുന്നത് കൊണ്ട് 3 ആവാൻ സെക്കൻഡ് ഡിജിറ്റ്, 7 ആവാൻ സെക്കൻഡ് ഡിജിറ്റ്. അപ്പൊ സെക്കൻഡ് ഡിജിറ്റ് ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 7. ഇങ്ങനെ എപ്പോഴും 2 പോസിബിലിറ്റീസ് വരും കേട്ടോ. അപ്പൊ നമ്മുടെ ഉത്തരം ഒന്നെങ്കിൽ 43 അല്ലെങ്കിൽ 47 ആണ് മക്കളെ. ഒന്നെങ്കിൽ 43 അല്ലെങ്കിൽ 47. 43 ആണോ 47 ആണോ എന്നറിയാൻ ഇടയ്ക്കത്തെ 45-ന്റെ സ്ക്വയർ മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാൻ അറിയാവുന്നവരാണ് നമ്മൾ. 45-ന്റെ സ്ക്വയർ കാണാൻ മനക്കണക്ക് 4 കഴിഞ്ഞുള്ളത് 5 ആണ്. 4 5 20 25. 45-ന്റെ സ്ക്വയർ 20 25 അല്ലേ? ഇത് അതിലും വലിയ സംഖ്യയല്ലേ? അപ്പൊ 45-നേക്കാൾ വലിയൊരു സംഖ്യയുടെ സ്ക്വയർ ആവണ്ടേ അത്. അതുകൊണ്ട് 47-ന്റെ സ്ക്വയർ ആണ് 2209. ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. മനസ്സിലായോ മക്കളെ? 45-ന്റെ സ്ക്വയർ 2025 വരെ വരുന്നുണ്ട്. ഇത് 2209. അപ്പൊ 45-നേക്കാൾ വലിയ സംഖ്യയുടെ സ്ക്വയറാ. അതുകൊണ്ട് 47-ന്റെ സ്ക്വയർ. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ഒരു എക്സാമ്പിൾ കൂടെ പറയട്ടെ ഞാൻ. 1-2 എക്സാമ്പിൾ കൂടെ പറയാം കേട്ടോ. ഒന്നുകൂടെ ഒക്കെ ശ്രദ്ധിച്ചിരുന്നോണേ. വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചോണം. മാത്സ് ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ ശ്രദ്ധിച്ച് നോട്ട് പിന്നെ നമുക്ക് എഴുതാം. റെക്കോർഡായിട്ട് കിടപ്പുണ്ടല്ലോ ഇത്, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാമല്ലോ. ഓക്കെ, 4356 ഒന്ന് നോക്കാം. റൂട്ട് ഓഫ് 4356. റൂട്ട് ഓഫ് 4356. ഓക്കെ, ശരി. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. റൂട്ട് ഓഫ് 4356. എന്താണ് ആദ്യം ചെയ്യേണ്ടേ? വലത് നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മുറിക്കണം. ശരിയല്ലേ മക്കളെ? വലത്ത് നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മുറിക്കണം. മുറിച്ചു. 43-ന് ആദ്യത്തെ പാർട്ട് 43. 43-ന് മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കണം. 43-ന് മുന്നേ ഉള്ള പൂർണ്ണവർഗം ഏതാണെന്ന് അറിയാൻ നമുക്കറിയാം. 43-ന് മുന്നേ ഉള്ള പൂർണ്ണവർഗം 36 അല്ലേ? ആണ്. ഏതിന്റെ വർഗം? 6ന്റെ. അപ്പൊ ഉത്തരത്തിന്റെ ആദ്യ ഭാഗം 6 ആയിരിക്കും. ഉത്തരം 6ൽ തുടങ്ങുന്നതായിരിക്കും. ശരി, ഓക്കെ. ഇനി ഇവിടെ അവസാനത്തെ ഡിജിറ്റ് 6 അല്ലേ? 6ൽ അവസാനിക്കുന്നത് ഏതിന്റെയൊക്കെ സ്ക്വയർ ആണെന്ന് നോക്കണം മക്കളെ. 6ൽ അവസാനിക്കുന്നത് ഏതിന്റെയൊക്കെ സ്ക്വയറാ? 4ന്റെ സ്ക്വയറും 6ന്റെ സ്ക്വയറും. യെസ്. അപ്പൊ ഉത്തരം സെക്കൻഡ് ഡിജിറ്റ് 4ഓ 6ഓ വരാം. കാരണം ഇവിടെ 6ലല്ലേ അവസാനിച്ചേക്കുന്നത്. 6ൽ അവസാനിക്കും. 4ന്റെ സ്ക്വയറും 6ൽ അവസാനിക്കും, 6ന്റെ സ്ക്വയറും 6ൽ അവസാനിക്കും. അപ്പൊ സെക്കൻഡ് ഡിജിറ്റ് ഒന്നെങ്കിൽ 4ഓ അല്ലെങ്കിൽ 6ഓ വരാം. അപ്പൊ ഉത്തരം 64ഓ അല്ലെങ്കിൽ 66ഓ ആയിരിക്കും. ഇതിലേതാണെന്ന് കണ്ടുപിടിക്കണം. ഇതിന്റെ ഇടയ്ക്കത്തെ ആൾ 65 അല്ലേ മക്കളെ? 65-ന്റെ സ്ക്വയർ കാണാം. ഓക്കെ, 65-ന്റെ സ്ക്വയർ കാണാൻ മനക്കണക്കായിട്ട് അറിയാം. 6 കഴിഞ്ഞ് വരുന്ന സംഖ്യ 7. 6 7 42 ആണോ? 42 25 ആണ് അല്ലേ? അപ്പം 65-ന്റെ സ്ക്വയർ 4225 വരെ എത്തി. ഇത് 4356 അല്ലേ? അതിലും വലിയ സംഖ്യയല്ലേ? അപ്പൊ 65-ന്റെ സ്ക്വയറിനേക്കാൾ വലിയൊരു സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് 66-ന്റെ സ്ക്വയർ ആയിരിക്കും 4356. യെസ്, ഇത്രേ ഉള്ളൂ മക്കളെ. കാശിനാഥ് മോനെ മനസ്സിലായോ?
മനസ്സിലാവുന്നില്ലെങ്കിൽ വീണ്ടും റെക്കോർഡ് 1-2 തവണ കാണണം കേട്ടോ. അപ്പം റെക്കോർഡ് കണ്ടു കഴിയുമ്പോൾ അത് സെറ്റ് ആയിക്കോളും. ആലിയ 66 കിട്ടിയോ മക്കളെ? ഞാൻ ഒരു എക്സാമ്പിളും കൂടെ പറയാം, നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, ഒരെണ്ണം കൂടെ പറയാം. ഇനി എന്നിട്ടും ക്ലിയർ ആയാലും നിങ്ങൾ റെക്കോർഡ് 1-2 തവണ കണ്ടാൽ, സ്വസ്ഥമായിട്ട് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾക്ക് ഒന്നുകൂടെ പ്രാക്ടീസ് ആവാൻ വേണ്ടി ഒരെണ്ണം കൂടെ പറയാം. ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ. 5184 റൂട്ട് ഓഫ് 5184 റൂട്ട് ഓഫ് 5184. ഓക്കെ, എടാ ഒന്നുകൂടെ ശ്രദ്ധിച്ചു. കാശിനാഥ് ഒന്നുകൂടെ ശ്രദ്ധിച്ചു മക്കളെ. നിഹാന എസ്, ആലിയ, ദേവനന്ദ, ജിൻഷ, ദേവിക, നജില, ജെൻസി മക്കളെ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി മുറിച്ചു. എപ്പോഴും ചെയ്യുന്ന പോലെ വലത് നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മുറിച്ചു. ഓക്കെ, 51 മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതെന്ന് നോക്കണം. 49 ഏതിൻ്റെയാ? 7ന്റെ. ഉത്തരത്തിന്റെ ആദ്യ ഭാഗം 7ആണ്. രണ്ടാം ഭാഗം കാണാൻ വേണ്ടി ഇവിടെ ഏതിൽ അവസാനിച്ചെന്ന് നോക്കും? 4-ൽ. 4-ൽ അവസാനിക്കുന്ന ഏതിൻ്റെയൊക്കെ സ്ക്വയറാ? 2ന്റെ സ്ക്വയറും 8ന്റെ സ്ക്വയറും. കണ്ടോ, 2ഉം 8ഉം കൂട്ടുമ്പോൾ 10 വരും. 2ഉം 8ഉം കണ്ടോ? ശരി. അപ്പം ഇവിടെ 4-ൽ അവസാനിച്ചേക്കുന്നു. അതുകൊണ്ട് 2ന്റെ സ്ക്വയർ 4-ലാണ്, 8ന്റെ സ്ക്വയർ 4-ലാണ്. അപ്പൊ സെക്കൻഡ് ഡിജിറ്റ് 2 അല്ലെങ്കിൽ 8 വരാം. 2 അല്ലെങ്കിൽ 8 വരാം. അപ്പൊ ഉത്തരം 72 അല്ലെങ്കിൽ 78 ആണ്. 72 അല്ലെങ്കിൽ 78 ആണ്. ശരി. ഇടയ്ക്ക് ഒരു 75 ഉണ്ട്. അതിന്റെ സ്ക്വയർ നമുക്ക് മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാൻ അറിയാം. 75ന്റെ സ്ക്വയർ 7 8 56 25. ഇത് 56 25 ആണ് അല്ലേ മക്കളെ? ഇത് ചോദ്യത്തിൽ 51 84, അതിലും ചെറിയ സംഖ്യയല്ലേ? 56 25-നേക്കാൾ ചെറുതല്ലേ 51 84? അതുകൊണ്ട് 75-നേക്കാൾ ചെറിയൊരു സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് 72ന്റെ സ്ക്വയർ ആയിരിക്കും ഉത്തരം. ആൻസർ 72 ആണ്. കാരണം 56 25 75ന്റെ സ്ക്വയറാണ്. ഇത് 51 ഉള്ളൂ, 51 84. അപ്പൊ 75-നേക്കാൾ ചെറിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് 72ന്റെ സ്ക്വയർ ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണോ? ചെയ്തത് മനസ്സിലായോ മക്കളെ?